നമസ്കാരം. പട്ടാമ്പി മണ്ഡലത്തിലെ CPIയുടെ സ്ഥാനാർത്ഥി ആരാകും എന്നത് സംബന്ധിച്ചിട്ട് ഇപ്പോൾ വലിയ ചർച്ചകളും അതിൻ്റെ ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് മുഹസിൻ MLA മൂന്നാമതും മത്സരിക്കുമെന്നത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ CPIയുടെ സംസ്ഥാന കൗൺസിൽ അംഗവും ഒക്കെയായ OK സൈതലവിയാണ് നമ്മോടൊപ്പം ഉള്ളത്. അത് സംബന്ധിച്ച് പട്ടാമ്പി സീറ്റ് സംബന്ധിച്ചിട്ട് എന്തെങ്കിലും ധാരണ ആയിട്ടുണ്ടോ? അവിടെ മൂന്നാമതും നിലവിലെ MLA ആയ മുഹസിൻ തന്നെ മത്സരിക്കുമെന്നുള്ളതൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ അത്തരം ചർച്ചകൾ വളരെ സജീവമാണ്. എന്താണ് അതിനെപ്പറ്റി പാർട്ടി എന്തെങ്കിലും തീരുമാനം ആയിട്ടുണ്ടോ? അങ്ങനെ ചില വാർത്തകളൊക്കെ നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കേരളത്തിലെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി എന്നല്ല കേരളത്തിലെ ഒരു മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ചർച്ചയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയിട്ടില്ല. 25 നിയോജക മണ്ഡലങ്ങളിലാണ് LDFിൻ്റെ ഭാഗമായി CPI മത്സരിക്കുന്നത്. ആ ഒരു മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ചർച്ചയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കടന്നിട്ടില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൂടെയും ചാനലുകളിലൊക്കെ പലവിധ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വാർത്തകളുമായി ബന്ധപ്പെട്ടൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരഭിപ്രായം ഇപ്പോൾ പറയാനില്ല. പാർട്ടി അത്തരം കാര്യങ്ങളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. എന്താണ് സാധ്യത? നമുക്ക് ഒരു സാധ്യത പറയാൻ കഴിയാതെ CPIയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ LDF സംബന്ധിച്ചൊരു തീരുമാനം എടുത്തിട്ടുള്ളത് വിജയ സാധ്യത നോക്കി സ്ഥാനാർത്ഥികളെ നിർത്തുക എന്നത് സംഭവിച്ചിട്ട് തന്നെയാണ് ഒരു തീരുമാനം. അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് തന്നെ ആവില്ലേ പാർട്ടി പോവുക? സാധ്യത പട്ടാമ്പി മാത്രമല്ല, കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധ്യതയുണ്ട്, വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. CPI മത്സരിക്കുന്ന 25 മണ്ഡലങ്ങളിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുഹസിൻ MLAക്ക് ഒരു ചാൻസ് കൂടി സാധ്യത ഉണ്ടോ? നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. പാർട്ടി അത്തരം കാര്യങ്ങളിൽ കടക്കുമ്പോൾ മാത്രമേ നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം നമുക്ക് പറയാൻ വേണ്ടി കഴിയുകയുള്ളൂ. മണ്ണാർക്കാടാണ് മറ്റൊരു മണ്ഡലം CPI മത്സരിക്കുന്നത്. മണ്ണാർക്കാട്ടെ സ്ഥിതിയും സേവ് CPI ഒക്കെയായി ബന്ധപ്പെട്ടിട്ട് വളരെ തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ രണ്ട് സ്ഥലങ്ങളും. അപ്പോൾ മണ്ണാർക്കാട്ടത്തെ ഒരു വിജയസാധ്യത എത്രത്തോളമായിട്ട് കാണുന്നത്? സേവ് CPI എന്ന് പറയുന്ന ആ സംവിധാനം അതൊരു അടഞ്ഞ അധ്യായമാണ്. അത്തരമൊരു പ്രസ്ഥാനമോ പാർട്ടിയോ ഇന്ന് കേരളത്തിൽ പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ ക്ലച്ച് പിടിക്കില്ല എന്നുള്ളത് ജനങ്ങൾ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് ആ വിഷയം അവിടെ നിൽക്കട്ടെ. മണ്ണാർക്കാട് നമുക്ക് സ്വാഭാവികമായി വിജയിച്ച് വരേണ്ട ഒരു മണ്ഡലമാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് അവിടെ തുടക്കം കുറിച്ച് കഴിഞ്ഞു. സ്വാഭാവികമായി 100% കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മണ്ണാർക്കാട് മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാകും. ആ മാറ്റം അനിവാര്യമാണ് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ പാർട്ടിയും പ്രസ്ഥാനങ്ങളും പ്രവർത്തിക്കുന്നത്. അവിടെ ചില പേരുകൾ പറഞ്ഞേക്കുന്നുണ്ട്. പേരുകളുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു മണ്ഡലത്തിലും അത്തരം കാര്യങ്ങളിൽ കടന്നിട്ടില്ല. സ്വാഭാവികമായി പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ നിലവിലെ സ്ഥാനാർത്ഥി CPIയുടെ സ്ഥാനാർത്ഥിയും നിർണയവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചകളും ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് സംസ്ഥാന കൗൺസിൽ അംഗമായ OK സൈതലവി പറഞ്ഞത്. എന്തായാലും ഇത് സംബന്ധിച്ച് വന്ന വാർത്തകൾ അദ്ദേഹം തള്ളുകയാണ്.